വിശേഷ സ്നേഹികൾ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ഒക്ടോബർ മാസത്തിൻ്റെ വലിയ ചൈതന്യം അത് നിറഞ്ഞു നിൽക്കുന്ന ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വഴിയറിയാതെ യാത്ര ചെയ്യുന്നവർ, ഇനി എങ്ങോട്ട് പോകണമെന്ന് ദിശയറിയാതെ നിൽക്കുന്നവർക്കൊക്കെ കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൂട്ട് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. നമുക്കറിയാം, ഗൂഗിൾ മാപ്പാണ് ഈ ദിവസങ്ങളൊക്കെ വളരെ പ്രിവലൻ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, ഈ ഗൂഗിൾ മാപ്പ് നമ്മൾ വഴിതെറ്റിച്ചത് ഏതെങ്കിലും ഒരു പോകുന്ന സ്ഥലത്ത് അവസാനം പോകുമ്പോൾ ഇനി വഴി കാണാതെ നിൽക്കുന്ന എത്ര സന്ദർഭങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു ധ്യാനത്തിന് പോകുമ്പോൾ ഓർക്കുക, അച്ഛാ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നോന്നൊക്കെ പറഞ്ഞു പോയതാ. രാത്രി ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വഴിയില്ല, ചോദിക്കാൻ ആളില്ല, തിരിച്ചു പോകാൻ പറ്റാതെ അത്രയും സമയം പെട്ടുപോണ അവസ്ഥകൾ. ഇത് ഈ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെയൊക്കെ ലൈഫിൽ കൂടെ വഴി കാട്ടാമെന്ന് പറഞ്ഞ പലരും ഇങ്ങനെ നമ്മളെ വഴിതെറ്റിച്ചിട്ടില്ലേ? വഴിതെറ്റിക്കാതെ നിന്നെ കൊണ്ടുപോകാൻ ഒരാളെ നിന്റെ കൂടെയുള്ളൂ, അത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് മോനൊക്കെ കാണാതിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ, അവൾ ഉറങ്ങിയിട്ടില്ലേ 3 ദിവസങ്ങൾ, മോനങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരമ്മ. ഇന്ന് ഈ ധ്യാനത്തിലിരിക്കുന്ന കുറേ അധികം മക്കളെ പരിശുദ്ധ അമ്മ അന്വേഷിച്ച് നടക്കുകയാണ്. എൻ്റെ കുഞ്ഞെ, നീ എവിടെയാ? വേറെ അറിയൂ, നീ എവിടെയാ പോയി നിൽക്കുന്നേ? നീ എവിടെയാ പോയി നിൽക്കുന്നേ? ആരുടെ കൂടെ പോയി നിൽക്കുന്നേ എന്ന് പറയുന്ന ചങ്കുപൊട്ടുന്ന വേദനയോടുകൂടെ പരിശുദ്ധ അമ്മ നിന്നെ തേടി അലയുകയാണ്. നീ അമ്മയെ തേടി അലയണ്ട, അമ്മ നിന്നെ തേടി അലയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഒരു പ്രത്യേകത, അമ്മ സ്നേഹപൂർവ്വം നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. അമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ മാറോടിങ്ങനെ ചേർക്കും. ഇങ്ങനെ മാതാവിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെ അതിങ്ങനെ ലഭ്യ തരാറുണ്ട്. ഇങ്ങനെ താരാട്ടുപാട്ടിൻ്റെ ഈണം പോലെ മഴവില്ലിൻ മായ വർണ്ണം പോലെ താരാട്ടുപാട്ടിന്റെ ഈണം നൽകുന്ന അമ്മ. പുലരിയിൽ നിറയും നീർ തുള്ളി പോലെ മാതാവേ വായോ നീ എൻ ചാരയാ. മാതാവേ, നീ എൻ്റെ ചാര വരണേന്നൊന്ന് പറഞ്ഞേ. വഴിതെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, വഴി മാറി നടക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് അമ്മയുടെ അടുത്തേക്ക് വാ. അമ്മ വഴി കാട്ടണേന്ന് പറയും. അമ്മ ഇങ്ങനെ കൊണ്ടുപോകും. അത് കൃപയുടെ നടവഴിയിലൂടെ കൊണ്ടുപോയി മകന്റെ ശ്രീകോവിലേക്ക്, ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു അമ്മയുണ്ട്. അതല്ലേ നമ്മുടെ ആനന്ദം. ദൈവമക്കളെ, നമുക്ക് മാതാവിനോട് ചേർന്ന്, അമ്മേ, സുഗന്ധവാഹിനിയായ അമ്മേ, സ്നേഹമയ്യായ അമ്മേ, എന്നെ സഹായിക്കണേ, അമ്മയെ ഞാൻ സ്നേഹിക്കണമെന്നൊന്ന് മനസ്സിൽ പറഞ്ഞു. ഈ ശുശ്രൂഷയിലുള്ള കുറേ മക്കൾ മാതാവിനെ സ്നേഹിക്കാൻ ഒരു കൃപ കിട്ടിയവരുണ്ട്. അമ്മയോടുള്ള വല്ലാത്തൊരു സ്നേഹം, വെറും ഭക്തിയല്ല. ഷാജിച്ചന്റെ ഒരു പാട്ടിലൊക്കെ പറഞ്ഞ പോലെ, കേവലം ഭക്തിയല്ല ദിവ്യ സ്നേഹമാണ് എൻ്റെ ഉള്ളിൽ. എനിക്കൊരു സ്നേഹം, അതൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ അമ്മയോട് ഒരു വല്ലാത്തൊരു സ്നേഹം ഒന്ന് സൂക്ഷിച്ചേ. അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങും. വേറെ ഒന്നും വേണ്ട സ്നേഹമുള്ളവരെ. എന്നോട് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ ആരോടെങ്കിലും പ്രണയം ഉണ്ടോ? അച്ഛൻ്റെ എഴുത്തുകളൊക്കെ ഒരു പ്രണയം ഉണ്ടല്ലോ, ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഒരു പ്രണയം സൂക്ഷിക്കണ പോലെ. ഉണ്ട്, ഞാൻ പറയാറുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്. അത് ആരോടാണെന്നറിയോ? ഈ കാണുന്ന അമ്മയോടാ. അമ്മയോടൊരു വല്ലാത്തൊരു സ്നേഹമല്ലേ. അമ്മയെക്കുറിച്ചുള്ള പാട്ടിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്കിഷ്ടം തോന്നിയിട്ടുള്ളത്, ആരും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അതിലൊരു പാട്ട് ഇങ്ങനെയാണ്: ഏറെ സുന്ദരിണീ സ്ത്രീകളിൽ ഭാഗ്യവതി, നിന്നാമം ശാന്തി മന്ത്രം, നിൻ ജന്മം അനുഗ്രഹീതം. ഞാൻ ഇതിങ്ങനെ അമ്മനെ നോക്കി പാടും. ഒരു പ്രണയവും എന്നെ തേടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, പലരും പ്രണയിക്കാൻ വരുമ്പോൾ പോലും അവരോടൊക്കെ പറയാറുണ്ട്, നോ, എനിക്ക് നിന്നെക്കാൾ ഭംഗിയുള്ള ഒരു പെണ്ണുമായിട്ട് ഞാൻ പ്രണയത്തിലാം. പലരും വന്ന് ചോദിക്കും, അച്ഛാ, അച്ഛനോടൊരു കൂട്ട്, അച്ഛനോടൊരു സൗഹൃദം, അച്ഛൻ്റെ വാക്ക് കേൾക്കുമ്പോൾ, അച്ഛൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കൂടെ വരാൻ നിൽക്കുന്നവരോടൊക്കെ പറയാറുണ്ട്, സ്നേഹമുള്ളവർ, എനിക്കൊരു പ്രണയമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രണയത്തിൻ്റെ പൂക്കാലമുണ്ട്. എനിക്ക് പ്രണയത്തിൻ്റെ മഞ്ഞ് വീഴുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവനാ ഞാനെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട്, ആരാച്ചാ? ഞാൻ പറയാറുണ്ട്, ദിസ് ഇസ് മൈ എൻ്റെ അമ്മ. എനിക്ക് എൻ്റെ അമ്മയോട് ഭയങ്കര പ്രണയമാണ്, അമ്മയോടൊരു സ്നേഹമാണ്. കാരണം അവൾ എന്നെ വഴി നടത്തുന്ന അമ്മയാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് പാടാം. അമ്മയെ സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ. ഒന്നൊരു വലിയ അഭിഷേക ദിവസമാണ്, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. അമ്മ ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ സ്നേഹം തന്ന് നിന്റെ ജീവിതത്തിൽ ശത്രുതയുടെ അനുഭവങ്ങൾ മാറ്റുന്ന അമ്മയായിട്ട് കൂടെ വരുന്ന ഒരു അനുഭവത്തിൽ ഈശോയെ കാണാനുള്ളൊരു കൃപ ഇന്ന് കുറേ മക്കൾക്ക് അമ്മ തരും. അമ്മ ഇങ്ങനെ
നാളത്തെ ശുശ്രൂഷയ്ക്ക് എന്താണെന്നറിയോ? ഇന്ന് ഈ ശുശ്രൂഷ കാണുന്നവർ നാളെ എന്തായാലും കാണണം. ആളമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന എൻ്റെ മോനെ തരുന്നതാണ് പറഞ്ഞത്. ഇന്ന് അമ്മയെ സ്നേഹിക്കണം. അമ്മയോട് ചേർന്ന് നമുക്ക് പാടാം. നമുക്ക് ഈ ഗായക സംഘത്തോട് ചേർന്ന് ഈ മോനോട് ചേർന്ന് സമയത്ത് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിൽ സ്നേഹസുഗന്ധം അമ്മേ നീ കൂടെയുള്ളപ്പോ ആത്മാവിൽ സ്നേഹസുഗന്ധം അമ്മേ നീ കൂടെയുള്ളപ്പോ പെയ്തു തോരാത്തൊരാനന്ദമുള്ളിൽ അമ്മേ നീ പുഞ്ചിരിക്കുമ്പോ പെയ്തു തോരാത്തൊരാനന്ദമുള്ളിൽ അമ്മേ നീ പുഞ്ചിരിക്കുമ്പോ എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ. ആഗ്രഹിച്ച് അമ്മയുടെ ഒരു സ്നേഹം ഒന്ന് നന്നായി ഒന്ന് ആഗ്രഹിച്ച് എല്ലാ മക്കളും ഈ സമയത്തൊന്ന് പ്രാർത്ഥിച്ചോ. അമ്മയുടെ കൈ പിടിച്ച് സ്വർഗത്തിൻ്റെ ലഹരി ഒന്ന് ആസ്വദിച്ചേ. കുറേ മക്കൾ ഈ സമയത്ത് കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ കൈ പിടിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാം. മാലാഖമാര് വിശുദ്ധരൊക്കെ അണിനിരക്കുന്ന സ്ഥലം അമ്മ കാണിച്ചു തരാണ്. ഇതാണ് വിശുദ്ധ പാതിരപ്പിയോ, ഇതാണ് ഡൊമിനിക് സാവിയോ, ഇതാണ് ഫ്രാൻസിസ് സേവിയാർ, ഇതാണ് സ്വർഗത്തിന്റെ ലഹരി എന്ന് പരിശുദ്ധ അമ്മ. ഇത് കേട്ടേ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. Feel the divine presence. മഞ്ഞും പുതച്ചുറങ്ങുന്നോരാ ബേത്ലഹേം താഴ്വര തന്നിലെ പുൽത്തൊഴുത്തിൽ തണുപ്പൊന്നകറ്റുവാനതിരറ്റ സ്നേഹമോടെ ഈശോയെ നെഞ്ചോടു ചേർത്ത പോലെ അമ്മേ നിൻ വാത്സല്യ ചിറകിൻ്റെ കീഴിലായി അലിവോടെ എന്നെയും ചേർത്തിടണേ. ഉള്ളം ഉരുകുമ്പോഴും നെഞ്ചു പിടയുമ്പോഴും സ്നേഹമകലുമ്പോഴും സ്വപ്നമുടയുമ്പോഴും എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ എല്ലാവർക്കും അമ്മയുടെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും നല്ല ദിവസങ്ങളിലേക്ക് നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ അമ്മയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ ഓടിച്ചില്ല. ഈ പാട്ടിലൊക്കെ പാടുന്നത് പോലെ ഞാൻ ഈ മകനോട് പറഞ്ഞിട്ടുള്ള പാടുന്നതൊന്നുമല്ല, ഞങ്ങളിത് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷെ ഇവൻ പാടുന്ന ഓരോ പാട്ടുകളും നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയിലേക്ക് ഇങ്ങനെ കൂടുതൽ നമ്മൾ പറയില്ലേ കൂടുതൽ വേഗത്തിൽ
കൂടുതൽ തീക്ഷ്ണതയിൽ, കൂടുതൽ ആഴത്തിൽ എന്ന് പറയുന്നത് പോലെ അമ്മയിലേക്ക് നമ്മളിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അമ്മയുടെ ഒരു വലിയ പ്രത്യേകത എങ്ങനെയാണ്? നിങ്ങളവരെ അമ്മയിലേക്ക് വന്ന ഒരാളുടെ ഉള്ളിൽ ഇങ്ങനെ പൂവിരിയുന്ന അനുഭവമാണ്. അത് ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. ഒരാൾ പ്രണയത്തിലാകുന്നതിന് മുമ്പ് മഴ പെയ്യണത് കണ്ട അവന് ഒന്നും തോന്നാറില്ല. പക്ഷേ പ്രണയത്തിലായി കഴിഞ്ഞാൽ പിന്നെ മഴയിൽ സംഗീതം കാണാൻ തുടങ്ങും. മഴയുടെ പാട്ട് കേട്ട് അവന് പാടാൻ തുടങ്ങും. ഒരു സിനിമ പാട്ടൊക്കെ ഉണ്ട്, മഴയുടെ ശ്രുതി കേട്ട് പാടിയിട്ടും. മഴയുടെ ശ്രുതി കേൾക്കാൻ തുടങ്ങുന്നത് ഒരാളുടെ പ്രണയത്തിൽ. പൂക്കാലൊന്നും കാണാൻ നമുക്ക് ഒന്നും തോന്നാറില്ല. പക്ഷെ നീ പ്രണയത്തിലാണെങ്കിലോ ഓരോ പൂവും നമുക്ക് ഇഷ്ടം. നിങ്ങൾ ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകതയാണ്. അമ്മയെ പ്രണയിക്കുക, അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ കാണുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടി ഉള്ളതായിട്ട് തോന്നും. വൺ ഓഫ് ദി ബെസ്റ്റ്, എല്ലാം ഇങ്ങനെ നിറഞ്ഞു കവിയുന്ന അനുഭവം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് കിട്ടുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ് ആണ് സ്നേഹിതരെ. ഐ കാൻ ടു എക്സ്പ്ലെയിൻ ദ ബ്യൂട്ടി ഓഫ് മദർ മേരി. അമ്മയോടൊപ്പം നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ആനന്ദം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഇരുടികളിൽ കേട്ട പോലെ അമ്മയോടൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നീ എന്തിനാ ക്രിസ്ത്യാനിയായേ എന്നൊരു വിശുദ്ധനോടൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കഥാപാത്രമുണ്ട്, വളരെ ഒരു വലിയ തിയോളജിയനാണ്. അദ്ദേഹം ഇങ്ങനെ മറ്റൊരു സഭയിലൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത് എന്തിനാ ചോദിച്ചപ്പോൾ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ സഭയിൽ ഇങ്ങനൊരു അമ്മയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത്. ഈശോയോടൊക്കെ നമുക്കൊരു അസൂയൊക്കെ ഉള്ളത് എന്താ? ഈശോയ്ക്ക് ഇങ്ങനെ ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു അമ്മയുണ്ട് എന്നുള്ളതല്ലേ. ഈവൻ നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ആ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഒരു നല്ല ഭാഗം ഏതാണെന്ന് അറിയോ? എനിക്ക് 2 ഭാഗം അതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നമ്മളിങ്ങനെ നിറയുന്ന അനുഭവം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഇങ്ങനെ മോനിങ്ങനെ ഒരു മരപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ കുറച്ചേരം ക്ഷീണാവും. അപ്പോൾ ആ സമയത്ത് മോൻ്റെ അടുത്തേക്ക് അമ്മ ഇങ്ങനെ വെള്ളം കൊണ്ടുവരുന്നൊരു ഭംഗിയായിട്ട് മെൽ ഗിബ്സൺ ഇങ്ങനെ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണോ ഭാഗം എന്ന് പറഞ്ഞാൽ, മോനിങ്ങനെ ക്ഷീണിച്ചു എന്ന് അറിയുമ്പോൾ അമ്മയ്ക്കറിയാം മോൻ അത്ര പരിചയമൊന്നുമില്ല. അപ്പനാണ് ആശാരിപ്പണിക്കാരൻ, മോൻ അപ്പൻ്റെ കൂടെ നിന്നിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മരപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ കുറച്ച് വെള്ളം ഇങ്ങനെ കൊണ്ടുവരും. വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് മോനെ ഇങ്ങനെ കൈ കഴുകാനായിട്ട് മുഖത്തേക്ക് ഇങ്ങനെ പറ്റിക്കും. അപ്പോൾ ഇങ്ങനെ മോനിങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ എറിയുന്നൊരു ഭാഗമുണ്ട്. എന്നിട്ട് അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. നിങ്ങളവരെ ആ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവില്ലേ? ഇങ്ങനെ തോന്നാറുണ്ട്, പരിശുദ്ധ അമ്മ ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഈശോയ്ക്ക് എത്ര സ്നേഹം ഉണ്ടായിരുന്നോ അത്രയും സ്നേഹത്തിലേക്ക് നീ വരണം, അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കണം, അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം എവിടെയാണെന്നറിയോ? രണ്ടാമത്തെ കാര്യം, ആ കുരിശൻ പോകുന്ന സമയത്ത് ഈശോ ഇങ്ങനെ വീഴുന്നൊരു ഭാഗമുണ്ട്. മെൽ ഗിബ്സൺ എത്ര ഭംഗിയായിട്ട് അത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആ കുരിശോടുകൂടെ വീഴുക എന്ന് പറഞ്ഞാൽ അത്രയും വേദനയുടെ സമയത്ത്, കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആന്തൽ കാണിക്കുന്നുണ്ട്. ആന്തൽ കാണിക്കുന്ന സമയത്ത് പിന്നെ ക്ലോസ് പോകുന്നത് ഇങ്ങനെയാണ്, മാതാവിൻ്റെ കണ്ണിലേക്ക്. അവൻ്റെ കണ്ണിങ്ങനെ ഇങ്ങനെ തീക്ഷ്ണമായിട്ട് നിൽക്കുക. അവിടെ ഒരു വാക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, Here I am. എൻ്റെ കുഞ്ഞുങ്ങളോട് ആരോടൊക്കെയോ പരിശുദ്ധമ്മ പറയുന്നുണ്ട്, കുരിശും പിടിച്ച് നീ വീഴുമ്പോൾ, ചങ്കുലയുന്ന വേദനയിൽ നീ വീഴുമ്പോൾ അമ്മ കൂടെയുണ്ട്. Here I am. അമ്മയുണ്ട്. അമ്മയെ നീ സ്നേഹിച്ചു തുടങ്ങണം. എന്നിട്ട് അമ്മ പറയണ ഒരു കാര്യം ഇന്നൊന്ന് ശ്രദ്ധിച്ച്, എൻ്റെ ദൈവമക്കളോട് പറയണത്, അമ്മയെ സ്നേഹിക്കുന്ന ആർക്കും ആരോടൊരു ദേഷ്യം പാടില്ല. അതാണ് ഇന്നത്തെ സെഷൻ. ഇതൊരു സെഷൻ എന്നൊന്നും പറയാൻ അച്ഛന് ആഗ്രഹമില്ല. ഇത് കുറച്ചൊരു അമ്മയുമായി ബന്ധപ്പെട്ട വിചാരങ്ങളിലൂടെയൊക്കെയാണ്. അതിലിങ്ങനെ അമ്മ ഇങ്ങനെ പറയണത്, അമ്മയുടെ മക്കള്, അമ്മയുമായിട്ട് സ്നേഹബന്ധത്തിലുള്ളവർക്ക് ആരോടും ദേഷ്യം തോന്നരുത്. എന്താണ് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ മുഖമാണോ നിങ്ങളുടെ ഉള്ളിൽ വരിക, അതോ നിങ്ങളെ ദേഷ്യപ്പെടുന്നവരാണ്? സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേഷ്യപ്പെടുന്നവരുടെ മുഖമാണ് നമ്മൾ കണ്ണടച്ച് ആദ്യം വരിക. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുകയും, സ്നേഹിക്കുന്ന 5 പേരുടെ പേര് പറയാൻ പറ്റുമ്പോൾ അത് നിനക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? നിന്നെ ദേഷ്യപ്പെടുത്തുന്നവരെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നിനക്ക് നിന്റെ സ്നേഹിതരുടെ പേര് എഴുതുന്നതിനേക്കാൾ ഈസി ആയിട്ട് നിനക്ക് ദേഷ്യപ്പെടുന്നു. കാരണം നിന്റെ ഉള്ളിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. പിന്നെ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അമ്മയുടെ മക്കളുടെ ഒരു പ്രത്യേകത, അമ്മയുടെ മക്കൾക്ക് ആരോടും ദേഷ്യം തോന്നരുത്. അമ്മയ്ക്ക് ദേഷ്യം തോന്നിയിട്ടില്ലല്ലോ. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് 1-2 വിചാരങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയാൽ നല്ലത്. അമ്മയുടെ ഒരു പ്രത്യേകതയായിട്ട് അമ്മ പീലാത്തോസിൻ്റെ അടുത്ത് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഇങ്ങനെ ഒരു കുരിശുമരണമൊക്കെ കൊടുക്കുന്നു പറയുമ്പോൾ വേഗം വേണമെങ്കിൽ പീലാത്തോസിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നില്ലേ? പീലാത്തോസിനെ എൻ്റെ മോനെ കൊല്ലല്ലേ എന്നൊക്കെ പറയായിരുന്നില്ലേ? പടയാളികളുടെ കൈ പിടിക്കായിരുന്നില്ലേ പരിശുദ്ധ അമ്മയ്ക്ക്? എൻ്റെ മോൻ്റെ മുത്തം കൊടുത്ത ഈ കയ്യിൽ ആണി അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഓടിപ്പോയിട്ട് ആ പടയാളിയുടെ കൈ അമ്മയ്ക്ക് പിടിക്കായിരുന്നില്ലേ?
ചെയ്തില്ല. പടയാളികളോട് ആരോടും അമ്മയ്ക്ക് ഒരു ദേഷ്യവും തോന്നിയില്ല എന്നുള്ളതാണ് അമ്മയുടെ ദ യൂണീക്നെസ് ഓഫ് ദ മദർ മേരി. അമ്മയ്ക്ക് അവരോട് ദേഷ്യം തോന്നിയിട്ടില്ല. മകനെ ഇങ്ങനെ കുത്തിമുറിവേൽപ്പിക്കുന്ന സമയത്ത് പോലും അവൾ ഇങ്ങനെ ചങ്ക് പൊളിഞ്ഞ് അവനെ നോക്കി നിന്നു. അല്ലാതെ അവർ ചെയ്യുന്നത് ഓർത്ത് അവരോട് ദേഷ്യപ്പെടുന്ന ഒരമ്മയെ നമ്മൾ മരിയോളജിയിൽ കാണില്ല. 12 പേര് കൂടെ നിൽക്കാന്ന് പറഞ്ഞവര് തള്ളിക്കളഞ്ഞില്ലേ? 12 പേര്, അവർ 12 പേരും ഒരുമിച്ച് നിന്നെങ്കിൽ ഒരുപക്ഷെ ഈശോയ്ക്ക് ആ ദുരന്തം ഉണ്ടാവുമായിരുന്നില്ലയോ? ആ പറയുന്ന യൂദസ് ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ, പത്രോസ് തള്ളിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈശോയ്ക്ക് ഇതൊക്കെ അമ്മയ്ക്കറിയില്ലേ? എന്നിട്ട് അമ്മയുടെ പ്രത്യേകത ഓർത്തി സ്നേഹമുള്ളവരെ, മകൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ 10-12 ചെറുപ്പക്കാര് ഒരുമിച്ച് പോയിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്ന സ്ഥലത്തേക്ക് അമ്മയ്ക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല. അമ്മയ്ക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? 10-12 ചെറുപ്പക്കാര്, മോന്റെ മരണത്തിന് കാരണഭൂതരായ ചെറുപ്പക്കാരാണ് അവിടെ ഇരുന്നിട്ട് കരയുന്നത്. അവരവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ എന്ന് അമ്മയ്ക്ക് വിചാരിക്കാറുന്നില്ലേ? അമ്മ ചെയ്യുന്നത് എന്താ? അമ്മ ഓടിപ്പോവാ. വഴിയറിയാതെ നിൽക്കുന്നവരുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ പോവും. അവരെന്നെ മുറിപ്പെടുത്തിയെന്നോ, അവരെന്നെ ഒറ്റിക്കൊടുത്തെന്നോ, അവരെന്റെ മകനെ കൊല ചെയ്തെന്നോ അമ്മ ഓർക്കില്ല സ്നേഹമുള്ളവരെ. അമ്മയ്ക്കതിന് പറ്റില്ല, അമ്മയ്ക്കതിന് പറ്റത്തില്ല. അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. ഒരു മകനോട് പോലും അമ്മയ്ക്ക് ദേഷ്യം തോന്നുന്നില്ല. പത്രോസിന്റെ അടുത്ത് ചോദിക്കുന്നില്ല, എടാ നീ എന്തിനാടാ എൻ്റെ മോനെ തള്ളിപ്പറഞ്ഞേന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചില്ല. യൂദാസിന്റെ അടുത്ത് എന്തിനാടാ നീ എൻ്റെ മോനെ ഒറ്റിക്കൊടുക്കാൻ പോയെന്ന് പരിശുദ്ധ അമ്മ ചോദിച്ചില്ല സ്നേഹമുള്ളവരെ. അമ്മ അവരെയും സ്നേഹിച്ച് അവരുടെ കൂടെ നിന്ന് അവർക്ക് വഴി കാണിച്ച് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടേ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നുള്ളൂ. അമ്മയുടെ മക്കളായ നമുക്ക് സൂക്ഷിക്കേണ്ട ഒരു നിലപാടതാ. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചെലവഴിക്കുന്നത് മറ്റുള്ളവരെ നശിപ്പിക്കാനാണ്. ഈ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ നമ്മളെ ചങ്ക് പൊളിപ്പിക്കണില്ലേ? ഗാസയിലൊക്കെ യുദ്ധം തുടങ്ങിയിട്ട് എത്ര നാളായി സ്നേഹമുള്ളവരെ? എത്ര നാളായി പാലസ്തീനായാലും റഷ്യയിലും യുക്രൈനിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും എന്നൊക്കെ പറയുന്ന രീതിയിൽ യുദ്ധങ്ങളുടെ അലമുറയിട്ടുകൊണ്ടിരിക്കുകയല്ലേ? എവിടെ സ്നേഹത്തിന്റെ എന്തെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? ആരാരും നമ്മളെ സ്നേഹിക്കണേ? കൂടെ കിടക്കുന്ന പെണ്ണിനെ എങ്ങനെ കൊല്ലാമെന്ന് ഫോണിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പാമ്പിനെ വരുത്തി കൊല്ലിച്ചുകൊണ്ടിരിക്കുന്ന നാടാണിത്. 4-5 വയസ്സുള്ള കുഞ്ഞിനെ, മാലാകയെപ്പോലെ കരുതേണ്ട കുഞ്ഞിനെ പിച്ചിച്ചീന്തുന്ന നെറിയിട്ട മനുഷ്യരുടെ നാടാ ഇത്. എന്നിട്ട് നമ്മൾ പറയണു നമ്മൾ ക്രിസ്ത്യാനികളാണ്. സഭയിലെ തർക്കങ്ങള്, രൂപതകളിൽ തർക്കങ്ങള്, വൈദികര് തമ്മിൽ തർക്കങ്ങള്, സന്യസ്തര് തമ്മിൽ തർക്കങ്ങള്. എവിടെ നിക്കണില്ലേ ഒരുത്തൻ അങ്ങനെ? അവന്റെ ബലി പങ്കെടുത്ത് കഴിഞ്ഞിട്ട് നിനക്കെന്തേ ഇനിയും ക്രിസ്തുവാകാൻ തോന്നാത്തത്? എന്തേ ആ അമ്മയെ നിനക്ക് അമ്മയുടെ കാര്യങ്ങള്, അമ്മയിൽ നിന്ന് കിട്ടുന്ന അത്ഭുതങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുന്നേ? അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടി, അമ്മയുടെ ഒക്കെ ശരിയാന്നേ. പക്ഷെ അതിനപ്പുറത്ത് അമ്മയുടെ മക്കൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ വികാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. മദർ തെരേസ പറയുന്ന കാര്യമുണ്ട്. മദർ തെരേസ ഈ ജപമാല കയ്യിലെടുത്ത് പറയുന്ന കാര്യമുണ്ട്. മനുഷ്യരോട് പറയുന്ന കാര്യം, എൻ്റെ മക്കളെ, ഇവിടെ ഏറ്റവും വലിയ കുറവ് സ്നേഹത്തിൻ്റെ കുറവാ. ഏറ്റവും വലിയ കുറവ് സ്നേഹത്തിൻ്റെ, ദ സ്കേഴ്സിറ്റി ഓഫ് ലവ്. അമ്മയുടെ ഈ ദിവസം അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കേണ്ടത്, നീ സ്വർഗത്തെ സ്നേഹിക്കണം, ഈശോയെ സ്നേഹിക്കണം, മാതാവിനെ സ്നേഹിക്കണം, മാലാഖമാരെ സ്നേഹിക്കണം, നിന്റെ കൂട്ടത്തിലുള്ളവരെ സ്നേഹിക്കണം, നിന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കണം. ഇത് പറയാനുള്ള സമയമില്ല, ഇനി വെറും 5 മിനിറ്റുള്ളൂ അച്ഛന്. 5 മിനിറ്റോട് ഒരു ദൈവിക രഹസ്യം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില മക്കളോട്, അച്ഛൻ സ്നേഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ എന്ന് പറയുന്നവരോട് ഒരു രഹസ്യം അച്ഛൻ പറയാം. നിങ്ങൾ സ്നേഹിച്ചേ. നിന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരാളോട് നിനക്ക് ദേഷ്യം തോന്നുക സ്വാഭാവികമല്ലേ? ഇപ്പം നിനക്ക് കിട്ടേണ്ട അംഗീകാരം കളഞ്ഞവർ, അല്ലെങ്കിൽ നിന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തിയവർ, ഇതുകൊണ്ടൊക്കെയല്ലേ നമുക്ക് അവരുടെ ദേഷ്യം തോന്നണേ. പക്ഷെ ബൈബിൾ എന്താ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? ബൈബിൾ ഒരു രഹസ്യം പഠിച്ചോ? അച്ഛനെ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചൊരു രഹസ്യമുണ്ട്. നീ ആരോടും ദേഷ്യം കാണിക്കരുതെന്ന് അച്ഛനെ പഠിപ്പിച്ചൊരു സംഭവം അച്ഛനോട് പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷം 8 വായിക്ക്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ പാപിനിയായ സ്ത്രീയുടെ സംഭവം വായിക്കാൻ പറയാം. അപ്പം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല.
ഒരു മാതാവ് എന്നോട് പറഞ്ഞേ, ഒന്നും തോന്നിയില്ലോ, കല്ലെറിഞ്ഞ് കന്നവരോടൊക്കെ നിനക്ക് തോന്നിയേ. എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മാച്ചനെ പഠിപ്പിച്ച ഒരു സംഭവം എന്താണെന്നറിയോ? എൻ്റെ മോനെ ആ കല്ലെറിയാൻ അവരില്ലായിരുന്നെങ്കിൽ, വലിച്ചെറിഞ്ഞ് പട്ടിയെപ്പോലെ പിടിച്ചു കൊണ്ടുപോകാൻ ആ ജനക്കൂട്ടമില്ലായിരുന്നെങ്കിൽ, അവൾക്കൊരിക്കലും, ആ പാപിനിയായ സ്ത്രീക്ക് ഒരിക്കലും ഈശോയെ കാണാനോ ഈശോയോട് സംസാരിക്കാനോ കൃപ കിട്ടുമായിരുന്നില്ല. അവര് കാരണമാണ്. അവര് എന്ന് പറഞ്ഞാൽ ഇവളെ കല്ലെറിഞ്ഞവര്, ഇവളെ പട്ടിയെപ്പോലെ കരുതിയവര്, ഇവള് പിഴച്ച പെണ്ണാണെന്ന് പറഞ്ഞ് വിധി എഴുതിയവര് കാരണമാണ് ഈശോയെ കാണാൻ ആ പാപിനിയായ സ്ത്രീക്ക് കൃപ കിട്ടിയത്. ഈ ദൂത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടോ പറയുന്നു, നിന്നെ വേദനിപ്പിക്കുന്നവരോട് നിനക്ക് ഇനി ദേഷ്യം തോന്നണ്ട. കാരണം ഈശോയിലേക്ക് അവർ നിന്നെ കൂട്ടിക്കൊണ്ടുപോവാണ്. വാ, ഈശോയിലേക്ക് നിന്നെ കൊണ്ടുപോകാമെന്നാണ് നിന്നെ വേദനിപ്പിക്കുന്നവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവരോട് ദേഷ്യമോ ശത്രുതയോ തോന്നണ്ട. ഒരു ഗോലിയാത്ത് ഇല്ലായിരുന്നെങ്കിൽ ദാവീദ് രൂപപ്പെടില്ല സ്നേഹമുള്ളവരെ. ഗോലിയാത്ത് എന്ന് പറയുന്ന അത്രയും നെറികെട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദാവീദിന് അഭിഷേക പകർച്ച നിറഞ്ഞത്. ദാവീദ് ഒരുപക്ഷെ ഗോലിയാത്തിനെ കണ്ട് പേടിച്ച് വിറച്ചു പോയിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഇത്രയും അഭിഷേകം നിറയായിരുന്നില്ല. ഈ ഗോലിയാത്തുമാര് വന്നതുകൊണ്ടാണ് ദാവീദ് കൃപയുടെ മനുഷ്യനായി, ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ നായകനായി, ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഈശോ ജനിച്ചതിന് പോലും കാരണമായി തീർന്നത് ഈ പറയുന്ന ദാവീദിനെ കൊല്ലാൻ നിന്ന ഗോലിയാത്ത് കാരണമാണ്. അങ്ങനെയാണെങ്കിൽ നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ ഭാര്യ, നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ മക്കള്, നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ സഭാധികാരികള്, നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ രാഷ്ട്രതലവന്മാര്, ആരൊക്കെ നിന്നെ വേദനിപ്പിച്ചോ അവരോട് നിനക്ക് ദേഷ്യമാണ് തോന്നണ്ടേ? അവരോടൊക്കെ ഇന്ന് നീ ക്ഷമിക്കണം. ഇന്ന് ക്ഷമിച്ച് അവരെ സ്നേഹിക്കാൻ തുടങ്ങണം. അവരെ സ്നേഹിക്കാൻ തുടങ്ങുന്ന അന്ന് നിന്റെ വീട്ടിൽ, അതല്ലേ പറയണ സക്യൂസിന്റെ അടുത്ത് പറയണത്, ഞാൻ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ആരിൽ നിന്നെങ്കിലും പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് രക്ഷയാണ്. ഇത് രക്ഷയുടെ രാത്രിയാണ്. ഇന്ന് രാത്രി നീ രക്ഷ കാണും. ഈ കാണുന്ന ജപമാല രാജ്ഞി വഴി നിന്റെ ജീവിതത്തിൽ ഒരു രക്ഷയുടെ തിരിനാളം തെളിയാൻ പോകും നിന്റെ വീട്ടിൽ. അത് നീ ചെയ്യേണ്ട കാര്യം, അമ്മയെ സ്നേഹിക്കണം. അമ്മയെ സ്നേഹിക്കുന്ന നിനക്ക് ആരോടും ദേഷ്യം തോന്നരുത്. നിന്നെ ദേഷ്യപ്പെടുത്തിയവര്, നിന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ഇന്നിങ്ങനെ ചേർത്ത് അവരെന്ന് കുരിശിൻ്റെ ചോട കൊടുക്കുക. ഇന്ന് ആരാധനയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ സമയത്ത് വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. അനുഗ്രഹിച്ചിടേണമേ നാഥ, ആശീർവദിച്ചിടണേ. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. നീ ജപമാല കയ്യിലെടുത്ത് ജപമാല രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് അനുഗ്രഹിക്കാതെ ഇന്ന് കടന്നുപോയില്ല ആരും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, അനുഗ്രഹിക്കണേ, ആശീർവദിക്കണമേ എന്ന് മാത്രം പാടി പ്രാർത്ഥിക്കുക. അനുഗ്രഹിച്ചിടേണമേ നാഥ, ആശീർവദിച്ചിടണേ. പടവോ എല്ലാവരും ചേർന്ന്, അനുഗ്രഹിച്ചിടേണമേ നാഥ, ആശീർവദിച്ചിടണേ. ഒരു നാളും തിരിയാത്ത വാത്സല്യമേ, എന്നകതാരിൽ വന്നു നീ വാഴേണമേ. കരങ്ങൾ വീശി ആരാധന ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന ആരാധന ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ദൈവമക്കളെ, ഒത്തിരി മക്കള് ജപമാലയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സുഗന്ധം നിറയുന്നൊരു അനുഭവമുണ്ട്. ഈ ഫ്ലോറിൽ അച്ഛൻ നിൽക്കുമ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 3, 4, 5, 6 തിരുവചനങ്ങളിലൊക്കെ പറയുന്നത്, തൈലത്തെ
ദൈവത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. വീട് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന കുറേ മക്കളോട് പറയുന്നുണ്ട്, ഞാൻ അവരുടെ വീടുകൾ അനുഗ്രഹിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ, ഇത് വീട്ടിലിരുന്ന് കാണുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ഇത് ഫോണിലല്ല, വീട്ടിൽ നിങ്ങൾ TV-യിൽ കാണുന്ന കുറേ മക്കളെ ഈ സമയം തന്നെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലെല്ലാ ദുർഗന്ധവും മാറ്റി കർത്താവ് അവരുടെ കുടുംബത്തിൽ ഒരു പരിമളം പരത്തുന്ന അനുഭവം. പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചോ, എനിക്ക് പ്രാർത്ഥിക്കാവോ? പരിമളം പരത്തുന്ന പരിമളം പരത്തുന്ന പരിമളം പരത്തുന്ന പരിമളം പരത്തുന്ന പരിമളം പരത്തുന്ന പരിശുദ്ധി നിറയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയെ പരിശുദ്ധ മറിയം വഴി എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ പരിമളം പരക്കട്ടെ, പരിമളം പരക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞതുപോലെ എന്റെ കുടുംബത്തിലെ എല്ലാ ദുർഗന്ധങ്ങളും മാറ്റി എന്റെ കുടുംബം ജപമാല ഭക്തിയുടെ പ്രാർത്ഥനയുടെ കുടുംബമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് സ്തുതിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഒരു ദിവ്യകാരുണ്യത്തിന്റെ പരിശുദ്ധി നിറയാൻ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിറയാൻ പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.